കേന്ദ്ര ആഭ്യന്തരമന്ത്രി കൂടിയായ ബി.ജെ.പിയുടെ ചാണക്യൻ അമിത്ഷാ വീണ്ടും കേരളത്തിലേക്ക് വരികയാണ്. അദ്ദേഹം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, എനിക്ക് തോന്നുന്നു 2-3 ആഴ്ചകൾക്ക് മുമ്പാണ് കേരളത്തിൽ വന്ന് മടങ്ങിയത്. ഇപ്പോഴിതാ വീണ്ടും അദ്ദേഹം വരികയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ, ഇപ്പം മാസങ്ങൾ ഒക്ടോബർ നവംബറിൽ ഏതാണ്ട് നവംബറിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കി അടുത്ത ഭരണസമിതി നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അധികാരത്തിലെത്തും. അപ്പോൾ അത്രയും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഒരു സമയത്ത് ഈ അമിത്ഷായുടെ വരവിനെ രാഷ്ട്രീയ നിരീക്ഷകർ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പദ്ധതികൾ? അമിത്ഷാ ഏറ്റവും അവസാനം വന്നിട്ട് പോയത് ജൂലൈ 12-നാണ്. അന്ന് ചില കാര്യങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് തുടങ്ങി വെച്ചു, കൃത്യമായിട്ട് 1 മാസം മുമ്പ്. ഇനിയിപ്പോൾ 22-ാം തീയതി എത്തുകയാണ് കൊച്ചിയിൽ. നേതൃയോഗത്തിൽ പങ്കെടുക്കുന്നു. അതായത് സാർ, വെറും 40 ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ അദ്ദേഹം വരുന്നതിൽ, അല്ലേ? അതെ, അത് അമിത്ഷാ നേരിട്ട് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് നിരീക്ഷിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പ് കാരണം നിരീക്ഷിക്കാനാണോ നിയന്ത്രിക്കാനാണോ? രണ്ടും ഉണ്ട്. നിയന്ത്രിക്കുകയും അതിനോടൊപ്പം അദ്ദേഹത്തിന്റെ നിരീക്ഷണവും ഉണ്ടെന്നുള്ളതാണ്. അത് തന്നെ എനിക്ക് വളരെയധികം ചില പ്രഖ്യാപിത ലക്ഷ്യം ഉണ്ട് എന്നുള്ളതാണ്. കാരണം അമിത്ഷാ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ആദ്യം നമ്മൾ തദ്ദേശം പിടിക്കുക. ഗുജറാത്തിലും അങ്ങനെ ആയിരുന്നല്ലോ. അതിനുശേഷം, കാരണം അതാണല്ലോ അതിൻ്റെ ഒരു ഗ്രൗണ്ട്, അവിടെ ബലം ഉറപ്പിക്കുക, എന്നിട്ട് അടുത്തതിലേക്ക് കയറുക, നിയമസഭയിലേക്ക്. അല്ലാതെ നിയമസഭയിൽ വാരിക്കൂട്ടുക എന്നുള്ളതല്ല, അത് പ്രായോഗികമല്ല. ഇവർക്ക് ഇതിൻ്റെ രാഷ്ട്രീയ പ്രായോഗിക വശങ്ങൾ ഇവർ പഠിച്ചിട്ടുള്ളവരാണ്. 2 സീറ്റിൽ നിന്ന് ഇന്ന് കാണുന്ന ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയായി മാറി, 3 തവണ ജയിക്കുന്ന പാർട്ടിയായി മാറി. അപ്പൊ അവർക്കറിയാം എങ്ങനെ കൊണ്ടുപോകണമെന്ന്. അതിനി അനുസരിച്ച് കേരളം നേതൃത്വം നിൽക്കുക, പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഇപ്പൊ 22-ാം തീയതി കൊച്ചിയിലെത്തിയിട്ട് നേതൃയോഗത്തിലെ അടുത്ത 100 ദിവസത്തെ പ്രവർത്തനങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകും. അടുത്ത 100 ദിവസത്തെ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 3 മാസത്തെ. 3 മാസം എന്ന് പറയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പിന്നെ മൂർധന്യം വരെയുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം ആയി കഴിഞ്ഞു. അതാണ് 100 ദിവസത്തെ. അത് കഴിഞ്ഞ അദ്ദേഹം കഴിഞ്ഞ തവണ വന്നപ്പോഴും ഈ അങ്ങ് പറഞ്ഞതുപോലെ 100 ദിവസത്തെ ഒരു പദ്ധതി ഇട്ടുകൊണ്ടാണ് അദ്ദേഹം വന്നത്. അപ്പൊ അതിന്റെ ഒരു ഇപ്പോൾ കഴിഞ്ഞുപോയ ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലും ഉണ്ടാകും. ഇത് എപ്പോഴും രാജീവ് ചന്ദ്രശേഖർ പറയുന്നുണ്ട്, ഇനി വോട്ട് വിഹിത വർധനവ് എന്നുള്ളതല്ല, ഇനി സീറ്റുകൾ നേടുക, ജയമാണ്. അല്ലാതെ അത് വോട്ട് വിഹിത വർധനവിന്റെ ഒരു കാലം കഴിഞ്ഞു, അത് എത്തി, അതിന്റെ ഒരു സാച്ചുറേഷൻ ഒക്കെ. ഇനി വിജയവും ഭൂരിപക്ഷത്തിലേക്കും മാറുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഇത്തവണ അമിത്ഷാ വരുമ്പോൾ, കേരളത്തിൽ വരുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി നിൽക്കുകയാണ്. ഒന്ന്, ഛത്തീസ്ഗഡ് വിഷയത്തില്, കന്യാസ്ത്രീ വിഷയത്തില് ഇവിടെ കേരളത്തിൽ ഉണ്ടായിരിക്കുന്ന ഈ ക്രൈസ്തവ വിഭാഗം അകന്നുപോയി എന്നൊക്കെ ബി.ജെ.പിയുടെ അണികളിൽ തന്നെ ഒരു സംശയം ഉണ്ടാകുന്നുണ്ട്. അത് ഒന്ന് ദൂരീകരിക്കുക, ഇല്ലാതാക്കുക. അതിൽ കൃത്യമായ ഒരു ഇടപെടൽ നടത്തിക്കൊണ്ട് അത് പിന്നെ അമിത്ഷാ അതിൻ്റെ ഒരു ചിത്രം നൽകും. പിന്നെ ലവ് ജിഹാദ് കേരളത്തിൽ ഇതിപ്പം ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ഇപ്പൊ ഏറ്റവും അവസാനം വന്നിട്ട് കോതമംഗലത്ത് പെൺകുട്ടിയുടെ ആത്മഹത്യയിലേക്ക്. അതെ, അപ്പൊ ഈ ലവ് ജിഹാദ് കോതമംഗലത്തും കൊട്ടാരക്കരയിലും ഉണ്ടായ ഈ സംഭവത്തിൽ ഇത് കൈകാര്യം ചെയ്യുന്നതിനും അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കും ഒക്കെ പിന്നെ ഷോൺ ജോർജിനെയും അനൂപ് ആന്റണിയെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരതിൻ്റെ കാര്യങ്ങൾ നോക്കുക. ഇതെല്ലാം ഇവിടെ ചർച്ച ചെയ്യപ്പെടും. അതുപോലെ തന്നെ ഇപ്പോൾ ഏറെ വിവാദം ആയിട്ട് നിൽക്കുന്ന വോട്ടർ പട്ടിക അത് തൃശ്ശൂരില് ഉണ്ടായിരിക്കുന്ന സുരേഷ് ഗോപിയുടെ മൗനത്തിൽ ബി.ജെ.പിയിൽ തന്നെ ചിലർക്ക് പ്രതിഷേധവും ഒക്കെ ഉണ്ട്. അത് കൃത്യമായി
പിന്നെ എന്താണെന്നുള്ളത് വെളിപ്പെടും. അല്ല സാർ, ഇപ്പോൾ ഈ നിലവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് പ്രസിദ്ധീകരിച്ച കരട് വോട്ടർ പട്ടികയിൽ വലിയ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് വോട്ടുകൾ വ്യാജമായി ചേർത്തിരിക്കുന്നു എന്നുള്ള ആക്ഷേപം BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതും ആ വിഷയങ്ങളും ഒക്കെ ഇവിടെ ചർച്ചയാകാൻ സാധ്യതയുണ്ട് അല്ലേ? കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ ഈ CPM ഇവിടെ പല വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ ആണ് ഇക്കാര്യത്തിൽ അഗ്രഗണ്യന്മാർ. അവരിത് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി. അവര് തലതൊട്ടപ്പന്മാരാണ്. അല്ല, കണ്ണൂരൊക്കെ മരിച്ചുപോയ ആൾക്കാർ വരെ വന്ന് വോട്ട് ചെയ്തിട്ട് പോകും 3-4 തവണ. അതായത് ഓരോ തദ്ദേശ തെരഞ്ഞെടുപ്പിലും കൃത്യമായിട്ട് വന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്നു. അപ്പൊ ഒരാളുടെ ഭാര്യ തമാശക്കാണോ അത് സീരിയസ് ആയിട്ടാണോ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. അവർ പറഞ്ഞത് എന്നാലും ഈ 15 വർഷമായിട്ട് ഇങ്ങനെ ഈ വോട്ടെടുപ്പ് ദിവസം വരുന്നുണ്ട്, എന്നെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകുന്നില്ലല്ലോ എന്നാണ് അവർ പരാതിപ്പെട്ടത്. ഈ നമ്മൾ പറയാറില്ലേ, ഈ വെടിക്കെട്ടുകാരനെ പിന്നെ ഉടുക്ക് കൂട്ടി പേടിപ്പിക്കേണ്ട പോലെ CPM-ന്റെ അടുക്കൽ ഈ വോട്ടർ പട്ടികയുടെ കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ല. അവരിത് എത്രയോ കാലമായി പരമ്പരാഗതമായിട്ട് അവരനുഷ്ഠിക്കുന്ന ഒരു കാര്യമാണത്. അപ്പൊ എന്തായാലും ഇനി ഇതിനോടൊപ്പം തന്നെ നിയമസഭയുടെ ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് അത് അണിയറയിൽ നടക്കുന്നുണ്ട്. ഇത് പ്രവർത്തകരുടെ താഴെത്തട്ടിലുള്ള പ്രവർത്തകർ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ തിരുവനന്തപുരത്ത് ജൂലൈ 12 വന്ന സമയത്ത് ഈ പിന്നെ 3-4 ജില്ലകളിൽ നിന്നുള്ള വാർഡ് തലത്തിൽ നിന്നുള്ളവരുമായിട്ടാണ് അമിത്ഷാ പിന്നെ സംസാരിച്ചത്. അപ്പൊ അത് മറ്റ് ജില്ലകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുക, അതായത് അങ്ങോട്ടേക്ക് പാസ് ചെയ്യും, ഇവിടെ നൽകിയ സന്ദേശം എന്താണ് എന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഈ കൃത്യമായിട്ട് ഇവർ ഇത്ര മുനിസിപ്പാലിറ്റി, ഇത്ര കോർപ്പറേഷൻ, ഇത്ര വാർഡുകൾ, ഇപ്പം നമ്മൾ പാർലമെന്റ് ഇലക്ഷനിലൊക്കെ കണ്ടിട്ടുള്ളതാണ് A ക്ലാസ് മണ്ഡലം എന്നൊക്കെ പറഞ്ഞ് തിരിച്ചിട്ടുണ്ട്. അതുപോലെ ഇവർക്ക് വിജയം ഉറപ്പായിട്ടുള്ള ഇടങ്ങളിൽ ആ വാർഡുകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ഒരു എത്ര വാർഡുകൾ ഇവരങ്ങ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്കായിരിക്കും. അവരുടെ BJPയുടെ ഒരു പ്രധാന അജണ്ട എന്ന് പറയുന്നത് തിരുവനന്തപുരവും തൃശ്ശൂരും കോർപ്പറേഷൻ പിടിക്കുക എന്നുള്ളത്. അത് പ്രധാനം. തിരുവനന്തപുരം ഏറ്റവും പ്രധാനം. തൃശ്ശൂര് പ്രതിപക്ഷമെങ്കിലും ആകുക. പിന്നെ തിരുവനന്തപുരത്ത് കിട്ടും, കാരണം കയ്യെത്തും ദൂരത്തിലാണ്. ഇപ്പം 34-35 വാർഡുകൾ കയ്യിലുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ കോൺഗ്രസ് ഇവിടെ ഒന്നുമല്ലാതായി തീർന്നിരിക്കുകയാണ്. അത് അവരുടെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് വീണ്ടും അവർക്ക് താഴോട്ട് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. 2010 BJPക്ക് 6 സീറ്റേ ഉണ്ടായിരുന്നുള്ളൂ തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അന്ന് കോൺഗ്രസിന് 40 സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നിട്ട് കോൺഗ്രസിന് 10 സീറ്റിലാണ് നിൽക്കുന്നത്. പിന്നെ BJP 34-35 സീറ്റിലുമായിട്ട് നിൽക്കുകയാണ്. പിന്നെ മുനിസിപ്പാലിറ്റി ആണെങ്കിൽ പാലക്കാടും പന്തളവും ഉണ്ട്. ഇത് കൂടുതലായിട്ട് പിടിച്ചെടുക്കുക. മുനിസിപ്പാലിറ്റികൾ ഈ പിന്നെ തിരുവനന്തപുരം, തൃശ്ശൂർ, ആലപ്പുഴ ജില്ലകളിലാണല്ലോ കൂടുതൽ ശ്രദ്ധ. അതിൽ തിരുവനന്തപുരത്ത് വർക്കല മുനിസിപ്പാലിറ്റി BJPയുടെ ഒരു പ്രധാന ലക്ഷ്യമാണ്. കാരണം അവിടെ നിലവിൽ CPM-ന് 12-ഉം BJPക്ക് 11-ഉമാണ് സീറ്റുകൾ. പിന്നെ വിരലിലെണ്ണാവുന്ന സീറ്റുകളെ കോൺഗ്രസിനുള്ളൂ അവിടെ. അപ്പം ഇവിടങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളിലേക്കൊക്കെ നീങ്ങുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർപ്പറേഷൻ, ഈ പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അമിത്ഷാ ഇവിടെ ഒരു മാർഗദർശിയായിട്ട്, അല്ലെങ്കിൽ കാര്യങ്ങളുടെ മുഴുവൻ ചുക്കാൻ പിടിച്ചുകൊണ്ട് കേരളത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. 100 ദിവസത്തെ കാര്യങ്ങൾ പറഞ്ഞിട്ടങ്ങ് പോവുകയല്ല, വീണ്ടും നിരന്തരമായിട്ട്. അതായത് സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ ജയിപ്പിക്കാൻ നരേന്ദ്രമോദി നിരന്തരം തൃശ്ശൂർ സന്ദർശിക്കുകയും പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തതുപോലെ ഈ കേരളത്തിലെ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നേട്ടം കൊയ്യാൻ അമിത്ഷാ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി. ഇത് കഴിയുമ്പോഴും പിന്നെ വിശ്രമമില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും പോകും.